ഗുഡ് മോർണിംഗ്, വെൽക്കം ടു UKG മലയാളം. നമ്മുടെ പൂമ്പാറ്റ ബിയില് നമ്മൾ എന്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു? സ്വരാക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വ്യഞ്ജനാക്ഷരങ്ങൾ തുടങ്ങി അല്ലേ? അതിൽ നമ്മൾ എന്താ പഠിക്കുന്നത് ഇനിയെന്ന് അറിയാമോ? ട എന്ന അക്ഷരമാണ്. എങ്ങനെയാണ് ട എന്ന അക്ഷരം എഴുതുക? ട ട കടല, കുട, വട, തടി, തടാകം, ഇടവം, കൂടാരം, കോടാലി, പാടം. ഈ വാക്കുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കടല എന്ന് പറഞ്ഞാൽ എന്താണ്? കടല എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന കടല. കുട എന്ന് പറഞ്ഞാലോ നമ്മൾ മഴയത്തൊക്കെ ചൂടുന്ന കുട. വട എന്താണ്? നമ്മൾ തിന്നുന്നതാണ് വട. തടിയോ? തടി എന്ന് പറഞ്ഞാൽ മരത്തിന്റെ തടി. തടാകം അതൊരു കുളം പോലുള്ള ഒന്നിനെയാണ് തടാകം എന്ന് പറയുന്നത്. വെള്ളം കെട്ടിക്കിടക്കുന്ന ഇടം, നല്ല ശുദ്ധജലമായിരിക്കും അവിടെ ഉള്ളത്. ഇടവം അത് മലയാളത്തിലെ ഒരു മാസമാണ്. കൂടാരമോ നമ്മൾ താമസിക്കാനൊക്കെ ഉണ്ടാക്കുന്ന ഒന്നാണ് കൂടാരം. കോടാലി മരം വെട്ടാൻ ഉപയോഗിക്കുന്നതാണ്. പാടം എന്താണ്? നമ്മൾ കൃഷി ചെയ്യുന്നിടം. ഇങ്ങനെ പല വാക്കുകൾ ഡാ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവയിലൊക്കെ ഡാ കാണുന്നില്ലേ? നിങ്ങളുടെ പേജ് നമ്പർ 25 ഈ ഓരോ വാക്കിലും ഡാ വരുന്ന ഇടം നീല നിറത്തിൽ കാണിച്ചിട്ടുണ്ട്. വീട്, നമ്മുടെ വീടും ഡായിൽ ഡ എന്ന അക്ഷരം ചേർത്ത് എഴുതുന്ന ഒരു വാക്കാണ് വീട്. വീടിന്റെ രണ്ടാമത്തെ അക്ഷരം ഡായാണ്. അനു വട തിന്നു, മനു കുട ചൂടി. അനു എന്തു ചെയ്തെന്നാണ് പറയുന്നത്? വട തിന്നു. അനു വട തിന്നു. മനു കുട ചൂടി. മനു കുട ചൂടി, കുട പിടിച്ചു. ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ ഡ എന്ന അക്ഷരം ഇവിടെ എഴുതി പഠിക്കണം. ഡ ട ട ട എന്ന് എഴുതി പഠിക്കണം. കാല് പിടിച്ചാൽ തോളിൽ കയറും. കാല് പിടിച്ചാൽ തോളിൽ കയറും എന്ന് പറയുന്ന കടങ്കഥയുടെ ഉത്തരം എന്താണെന്ന് അറിയാമോ? കുട. കുടയാണ് കാല് പിടിച്ചാൽ തോളിൽ കയറും. നമ്മളെ കാലിലല്ലേ പിടിക്കുക കുടയുടെ? അപ്പോഴല്ലേ നമുക്ക് ഇങ്ങനെ കുട ചൂടി നിർത്താൻ കഴിയുക. മഴ കൊള്ളാതെയും വെയിൽ കൊള്ളാതെയും ഇരിക്കണമെങ്കിൽ അതിന്റെ കാലിൽ പിടിക്കണം. ഇനി അതിൽ ചില അക്ഷരങ്ങൾ ചേർത്താൽ അത് എങ്ങനെ വായിക്കും? ട ഠ ടി ഠി ടു ടു ട്ര ടേ ടേ ടൈ ടോ ടോ ടൗ ടം. ഇങ്ങനെ തുടർച്ചയായുള്ള അക്ഷരങ്ങൾ ഏതാണെന്ന് അറിയാമോ? ഡ കഴിഞ്ഞു കഴിഞ്ഞാൽ ഡ ഠ ഢ ഢ ണ. ഠ ഠ ഢ ഢ ണ. അടുത്ത അക്ഷരം ഠ ആണ്. ഠ എങ്ങനെയാണ് എഴുതുന്നത്? ഇതാണ് ഠ. മിഠായി, മിഠായി. മിഠായി എന്ന് എഴുതുമ്പോൾ ഈ ഠായാണ് ഉപയോഗിക്കുക. പാഠം, പാഠം. ഏത് പാഠം? വയൽ എന്ന പാഠമല്ല, നമ്മൾ പഠിക്കുന്ന പാഠം. അത് ഈ ഠ ഉപയോഗിച്ചാണ് എഴുതുക. പിന്നെ പീഠം, ഇരിക്കുന്ന ഇടം. പീഠം. പീഠം എങ്ങനെയാണ് എഴുതുക? അതും ഈ ഠ ഉപയോഗിച്ചാണ് എഴുതുക. മനു പാഠം വായിച്ചു. മനു എന്ത് ചെയ്തു? മനു പാഠം വായിച്ചു. പാഠം, പാഠം വായിച്ചു. ഡ പഠിച്ചു, ഠ പഠിച്ചു. ഇനി ഢ പഠിക്കാം. ഢ ഡപ്പി. ഢ ഡപ്പി. ഡപ്പി എന്താണ്? ഡപ്പി എന്ന് പറഞ്ഞാൽ അടയ്ക്കാനും തുറക്കാനും പറ്റുന്ന കുഞ്ഞു പാത്രം. നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ഡപ്പികളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതുപോലുള്ളത്. കബഡി. കബഡി എന്ന വാക്കിൽ എന്തുണ്ട്? അതേ അക്ഷരമുണ്ട്. പിന്നെ ഡമരു. ആ ഡ എങ്ങനെയാണ് എഴുതുക? ഢ. ഇതാണ് ഡ. ഇനി അടുത്ത അക്ഷരം ഢ. ഢ ഢക്ക. അമ്മ ഇഡ്ഡലി ഉണ്ടാക്കി. ഢ ഇഡ്ഡലി ഉണ്ടാക്കി. അമ്മ എന്ത് ചെയ്തു? ഇഡ്ഡലി ഉണ്ടാക്കി. ഇഡ്ഡലി. മൂഢൻ. മൂഢൻ. മൂഢൻ എന്നതിലെ ഠ. ആ ഠ എങ്ങനെ എഴുതാം? ഇങ്ങനെയാണ് ആ ഠ എഴുതുന്നത്. അമ്മ ഇഡ്ഡലി ഉണ്ടാക്കി. ഇഡ്ഡലി. ഇനി അടുത്തത് നായാണ്. ആരാണ്? നാ. നാ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുന്നത്? ന. ന മണി, ആണി, തോണി. ന മണി, ആണി, തോണി. മണി എന്ന് പറഞ്ഞാൽ എന്താണ്? കിലുങ്ങുന്ന, നമുക്ക് അടിക്കാനൊക്കെ പറ്റുന്ന, അമ്പലത്തിലൊക്കെ ഉണ്ടാവുന്ന മണി. പിന്നെ ആണി എന്ന് പറഞ്ഞാലോ നമ്മൾ പലതും തൂക്കിയിടാനും കെട്ടാനും ഒക്കെ ആയിട്ട് ആണി അടിച്ചു വെക്കും അല്ലെ? ആ ആണി. പിന്നെ തോണി. തോണി എന്താണ്? വെള്ളത്തിലൂടെ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാഹനം.
അനു തോണിയിൽ കയറി. അനു എന്തിൽ കയറി? തോണിയിൽ കയറി. എന്തിനായിരിക്കും അനു തോണിയിൽ കയറുക? മറ്റെവിടേക്കെങ്കിലും സഞ്ചരിക്കാൻ, വെള്ളത്തിലൂടെ പുഴയിലൂടെയോ മറ്റുമൊക്കെ കടന്നു പോകണമെങ്കിൽ എന്തുപയോഗിക്കണം? തോണി പോലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച എല്ലാ വാക്കുകളും അക്ഷരങ്ങളും നിങ്ങൾ പഠിക്കണം. ഏതൊക്കെ വാക്കുകളാണ് നമ്മൾ പഠിച്ചത്? കടല, കുട, വട, തടി, തടാകം, വീട്, ഇടവം, കൂടാരം, കോടാലി, പാടം, മിഠായി, പാടം, പീഠം, ഡപ്പി, കബഡി, ഠമരു, ഡക്ക, ഇഡലി, മൂഢൻ, മണി, ആണി, തോണി. ഇത്രയും വാക്കുകൾ നിങ്ങൾ അറിയണം, പറയാൻ അറിയണം, വായിക്കാൻ അറിയണം. പിന്നെയോ അതിലുള്ള അക്ഷരങ്ങൾ, നമ്മളിപ്പോൾ പഠിച്ച അക്ഷരങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതാൻ പഠിക്കണം. അതിന് കൈയക്ഷരം ഉപയോഗിച്ച് കൈയക്ഷരം ബുക്കിൽ എഴുതി പഠിക്കണം. നമ്മുടെ ഇവിടെ എഴുതാനുള്ള ഭാഗങ്ങളിൽ എഴുതി പഠിക്കണം. സ്ലൈറ്റിലും എന്ത് ചെയ്യണം? എഴുതി പഠിക്കണം. എഴുതി പഠിക്കില്ലേ? ഓക്കെ.